ദേഷ്യം വരുമ്പോ ഒന്നും ചെയ്യരുത്. കാരണം എന്താണെന്നറിയോ, ദേഷ്യം വരുമ്പോ നമ്മൾ നമ്മളല്ല, നമ്മുടെ റിയൽ സെൽഫ് അല്ല, വേറെ ആരുമാണ്. ദേഷ്യം വരുമ്പോ നമ്മൾ ഓരോന്ന് ചെയ്യും, പിന്നെ നമ്മൾ അതിന്റെ പേരിൽ എത്ര പ്രാവശ്യം വിഷമിച്ചിട്ടുണ്ട്. എടാ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞു, പക്ഷെ ആ ദേഷ്യം കൊണ്ട് പറഞ്ഞാണ് കേട്ടോ എന്ന് വിചാരിക്കരുതെന്ന് പറയും. അതുകൊണ്ടാ ഹബീബായ റസൂലുള്ള പറഞ്ഞത്, ഒന്ന് മിണ്ടാതിരുന്നാ മതിയായിരുന്നു. ഒറ്റ മിണ്ടാതിരിക്കൽ കൊണ്ട് എത്ര വഴക്കുകൾ ഇല്ലാതാക്കായിരുന്നു അല്ലെ. ദേഷ്യം വരുമ്പോ ഒന്നും ചെയ്യരുത്. കാരണം എന്താണെന്നറിയോ, ദേഷ്യം വരുമ്പോ നമ്മൾ നമ്മളല്ല, നമ്മുടെ റിയൽ സെൽഫ് അല്ല, വേറെ ആരുമാണ്. ദേഷ്യം വരുമ്പോ നമ്മൾ ഓരോന്ന് ചെയ്യും, പിന്നെ നമ്മൾ അതിന്റെ പേരിൽ എത്ര പ്രാവശ്യം വിഷമിച്ചിട്ടുണ്ട്. എടാ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞു, പക്ഷെ ആ ദേഷ്യം കൊണ്ട് പറഞ്ഞാണ് കേട്ടോ എന്ന് വിചാരിക്കരുതെന്ന് പറയും. അതുകൊണ്ടാ ഹബീബായ റസൂലുള്ള പറഞ്ഞത്, ഒന്ന് മിണ്ടാതിരുന്നാ മതിയായിരുന്നു. ഒറ്റ മിണ്ടാതിരിക്കൽ കൊണ്ട് എത്ര വഴക്കുകൾ ഇല്ലാതാക്കായിരുന്നു അല്ലെ. ദേഷ്യം വരുമ്പോ ഒന്നും ചെയ്യരുത്. കാരണം എന്താണെന്നറിയോ, ദേഷ്യം വരുമ്പോ നമ്മൾ നമ്മളല്ല, നമ്മുടെ റിയൽ സെൽഫ് അല്ല, വേറെ ആരുമാണ്. ദേഷ്യം വരുമ്പോ നമ്മൾ ഓരോന്ന് ചെയ്യും, പിന്നെ നമ്മൾ അതിന്റെ പേരിൽ എത്ര പ്രാവശ്യം വിഷമിച്ചിട്ടുണ്ട്. എടാ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞു, പക്ഷെ ആ ദേഷ്യം കൊണ്ട് പറഞ്ഞാണ് കേട്ടോ എന്ന് വിചാരിക്കരുതെന്ന് പറയും. അതുകൊണ്ടാ ഹബീബായ റസൂലുള്ള പറഞ്ഞത്, ഒന്ന് മിണ്ടാതിരുന്ന